കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കറിയാം, ശമൂവേൽ ആലയം പണിതു. ആലയം പണിതതിന് ശേഷം യാഗങ്ങൾ കഴിക്കുകയും തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മുട്ടുകുത്തി യാഗപീഠത്തിൻ്റെ മധ്യയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എഴിച്ച് ജനങ്ങളെ നോക്കി അനുഗ്രഹിച്ച് പറയുന്ന വാക്കുകളുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 57-ാമത്തെ 58-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്നതുപോലെ നമ്മോട് കൂടെയും ഇരിക്കുമാറാകട്ടെ. അവൻ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. നാം അവൻ്റെ എല്ലാ വഴികളിലും നടക്കേണ്ടതിനും അവൻ നമ്മെ പിതാക്കന്മാരോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിനും നമ്മുടെ ഹൃദയത്തെ തങ്കലേക്ക് ചായ്ക്കുമാറാകട്ടെ എന്ന് പറയണം. പ്രിയ ദൈവമക്കളെ, അപ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, അവർ ദൈവത്തിൽ ഒരുപാട് ആശ്രയം വയ്ക്കുകയും അവരോട് കൂടെ നടക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അവർ നടന്നതുപോലെ നാമും ദൈവത്തോട് പറ്റിച്ചേരുവാൻ ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നാം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നാം ദൈവ കൽപ്പനകളുണ്ട്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളുണ്ട്. നാം അത് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി, ബൈബിൾ വായിച്ച് മനസ്സിലാക്കി അതിൻവണ്ണം നമ്മുടെ മക്കൾ നടക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് വചനങ്ങൾ കേട്ടും കേൾക്കാത്തവരെ പോലെ, അറിഞ്ഞും അറിയാത്തവരെ പോലെ, ഗ്രഹിച്ചും ഗ്രഹിക്കാത്തവരെ പോലെ എന്തോ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൗവന തലമുറ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ തലമുറയുടെ ഉത്തരവാദങ്ങൾ ആരേറ്റെടുക്കേണ്ടി വരും. അതേപോലെ എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുമുള്ള മക്കൾക്ക് വേണ്ടി, സഭയിലെ മക്കൾക്ക് വേണ്ടി, ലോകത്തിലെ എല്ലാ മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് തങ്ങളുടെ ഹൃദയം യഹോവെങ്കിലേക്ക് തിരിക്കുവാൻ വേണ്ടി, ഈ ലോകത്തോട് പോയി അത് നരകത്തിൽ പോയി അഴിയാതെ ദൈവത്തിലേക്ക് മുഖം തിരിച്ച് അവർക്ക് നന്മകൾ കണ്ടെത്തുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകുവാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, എന്ന് ഈ പകൽക്കാല കർത്താവെ ആരൊക്കെ ഈ വചനം കേട്ടുകൊണ്ടിരുന്നു കർത്താവെ, അവരെയൊക്കെ അപ്പൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ ശലോമോൻ അന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അത് കർത്താവെ യഹോവെങ്കിലേക്ക് നോക്കുവാൻ, ഞങ്ങളുടെ വലിയ വീര്യ പ്രവർത്തികളെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയിൽ തന്നെ ഞങ്ങൾ ആശ്രയം വെച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. ഇതിൽ കർത്താവെ തങ്ങളുടെ തലമുറ തെറ്റിപ്പോയെന്ന് ആരെങ്കിലും കരഞ്ഞുകൊണ്ട് വേദനയോടിരിക്കുന്നെങ്കിൽ കർത്താവെ, നാളുകൾ ദിവസങ്ങൾ പോകുന്നതിന് മുമ്പ് അവരെ തിരിച്ച് മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടുത്തി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ വീട്ടുകാർക്കും കർത്താവെ ഹാലേലൂയ നാട്ടുകാർക്കും സഭയ്ക്കും എല്ലാം പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി ദൈവമേ ഞങ്ങളുടെ തലമുറകൾ വളർന്നു വരുവാൻ അങ്ങയുടെ അനുഗ്രഹം പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ, ആമേൻ.